നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതുപോലെ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്യാം. അപ്പോൾ എളുപ്പമായിട്ട് തന്നെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ മെഷർമെൻറ്റുകളൊക്കെ നമ്മുടെ ടീസ്പൂണുകളിലാണ്. നമുക്ക് ഇല്ലെങ്കിൽ മെഷർമെൻറ്റിനായിട്ട് ഇതൊക്കെ ഉണ്ടാവും. അതില്ലാത്തവർക്കും അതുപോലെ ബീറ്റർ ഇല്ലാത്തവർക്കും ഓവൺ ഇല്ലാത്തവർക്കും ഒക്കെ വേണ്ടിയൊരു ഹെൽപ്പായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണാം. അമ്മമാരും കുട്ടികളും ഇങ്ങനെ കേക്ക് വേണം എന്നൊക്കെ പറയുമ്പോഴും ഇല്ലെങ്കിൽ 4 മണിക്ക് നിങ്ങൾക്ക് ഒരു ചായക്കൊപ്പം കഴിക്കാനൊരു ഭക്ഷണമായിട്ടും നിങ്ങൾക്ക് ഇതൊന്നും എടുക്കാവുന്നതാണ്. നല്ലൊരു കേക്കാണ് കേട്ടോ. ഇങ്ങനെ സ്പഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പായി എല്ലാവരും താഴെ കാണുന്ന ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്. ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനുകളും ഇതുപോലത്തെ പുതുപുത്തൻ എപ്പിസോഡുകളിൽ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായി. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് എന്ത് കേക്ക് ഉണ്ടാക്കുമ്പോഴും ഞാൻ മുമ്പായിട്ട് കേക്ക് ടിന്ന് ആദ്യം തന്നെ ഗ്രീസ് ചെയ്ത് വെക്കട്ടെ. കേക്ക് എന്തുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഗ്രീസ് ചെയ്തിട്ട് വെക്കും. അപ്പോൾ സൈഡൊക്കെ ഞാൻ വെക്കും കേട്ടോ. മുഴുവനായിട്ട് സൈഡും ഫുള്ളായിട്ടാണ് ഞാൻ വെക്കുക. കാരണം എനിക്ക് അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. ഒരിക്കലും കേക്ക് സൈഡും ബാക്കൊക്കെ ഒന്ന് ക്രിസ്പി ആവരുത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതുപോലെ വെക്കാം. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയ ആ ഒരു ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നല്ല സൂപ്പറായിട്ട് തന്നെ കേക്ക് വരുന്നുണ്ട് കേട്ടോ. സാധാ ബട്ടർ പേപ്പറിനെ പോലെ തന്നെയാണ്. അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ബട്ടർ പേപ്പർ എനിക്ക് തോന്നിയത്. കാരണം ഒരു മാറ്റം ഉണ്ടായില്ല. പിന്നെ അത് ആ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കി നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ നല്ലൊരു ബട്ടർ പേപ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വെക്കുക. ചുളിയാതെ തന്നെ വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കേക്കിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. അപ്പോൾ ഫ്രണ്ട്സ്, അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടത് ഡാർക്ക് കോമ്പൗണ്ടാണ്. ഡാർക്ക് കോമ്പൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു 50 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സാധനം എടുക്കാം. മിഠായിയാണ് കേട്ടോ. മിഠായി 1 രൂപയുടെ മിഠായി ഇപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിൽ ഇറങ്ങുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ വൈറ്റ് ചോക്ലേറ്റും ഉണ്ട് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് അത് മെൽറ്റ് ചെയ്ത് റെഡിയാക്കാവുന്നതാണ്. ശരിക്കും അതൊരു ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഡാർക്ക് കോമ്പൗണ്ട് വെച്ച് നിങ്ങൾക്ക് റെഡിയാക്കാം. വീട്ടിലുള്ളവർ അതുപോലെ റെഡിയാക്കാം. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഡാർക്ക് കോമ്പൗണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മിഠായി പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾ മാറ്റി വെക്കുക. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പ്ലേറ്റിൽ നമ്മുടെ കുറച്ച് സാധനങ്ങളാണ്. കേക്കിൽ ഇടേണ്ട കുറച്ച് സാധനങ്ങളാണ്. ആദ്യം തന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അധികം വിലയില്ലാത്ത ടൂട്ടി ഫ്രൂട്ടിയാണ്. അതൊക്കെ കടകളിലൊക്കെ കിട്ടും. നമുക്ക് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതുപോലെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴമാണ് കേട്ടോ. ഡേറ്റ്സ് ഈന്തപ്പഴം. അപ്പോൾ നമ്മൾ ഈന്തപ്പഴവും പാകത്തിന് എടുത്തിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടുള്ളത്. എല്ലാതും കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് ഇതാണ് എല്ലാതും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കുറഞ്ഞ ചിലവിൽ 5 റുപ്പീസിനൊക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതൊക്കെ വാങ്ങുക. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടിനൊക്കെ കുറഞ്ഞ വിലയുള്ളൂ. അതും വിലയൊക്കെ കുറവാണ്. എന്തായാലും നിങ്ങളിത് വാങ്ങുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പ്ലം കേക്കിന് നല്ലൊരു രുചിയാവും കേട്ടോ. ഇത് എന്തായാലും വേണം. എന്നാലാണ് നമ്മുടെ ആ കേക്കിലൊക്കെ ഒന്ന് ഈ ഒരു സാധനങ്ങളൊക്കെ അടിഞ്ഞു കൂടുമ്പോൾ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് വാങ്ങണേ. ഇത് വാങ്ങാൻ എളുപ്പമാണ്. അതിപ്പോൾ എല്ലാ കടകളിലും ഉണ്ടാവും. അപ്പോൾ ഇത് വാങ്ങുക. അപ്പോൾ ഞാൻ വേറൊരു ഇതെടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര പൊടിച്ചേക്കാണ്. ഫൈനായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ഞാൻ പട്ടയൊക്കെ ഇട്ടിട്ടാണ് പൊടിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ പട്ടേരെ എത്ര വലുപ്പമുണ്ടെന്ന് ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 മുട്ടയാണ് നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടത്. മുട്ടയുണ്ടെങ്കിലാണ് നമ്മുടെ കേക്കിനൊരു ടേസ്റ്റ് ഉള്ളൂ. കാരണം കേക്ക് മുട്ടയുണ്ടെങ്കിലേ ഒരു കേക്കിന് അതിൻ്റെ ഒരു രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ ഞാൻ മുട്ട 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ 3 മുട്ടയും ഒന്ന് മാറ്റി വെക്കാണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പട്ടയൊക്കെ പൊടിച്ചിട്ടാണ് ഈ ഒരു ഇത് പൊടിച്ചെടുത്തേക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു നീളമാണ് കേട്ടോ. ഞാൻ ഇത്രയും പട്ടയാണ് എടുത്തിട്ടാണ് അത് പൊടിച്ചെടുത്തത്. നമ്മുടെ പഞ്ചസാര പൊടിച്ചെടുത്തത് നല്ല ഫൈനായിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വേറെ എന്തിട്ട് എടുത്തേക്കുന്നത് ബൗളാണ്. ബൗള് നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളാണ്. ചെറിയൊരു നനവുണ്ട്. അപ്പം ഞാൻ അതൊന്ന് ഡ്രൈ ആക്കട്ടെ.
ഞാനിപ്പോൾ നല്ലോണം ഡ്രൈ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്ത് ബൗൾ കേക്കിന് നമ്മൾ എടുക്കുമ്പോഴും അത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ തന്നെ എടുക്കണം. എന്താണ് ആ ഒരു ബൗളിന് ഇടേണ്ട സാധനങ്ങൾ അരിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അരിപ്പ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രൈ ആയിരിക്കണം. അപ്പോൾ എല്ലാ സാധനങ്ങളും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ അരിപ്പയിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് മൈദ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. ഈ ഒരു ബാറ്റർ ഒഴിച്ചപ്പോൾ തന്നെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ മൈദ ഞാൻ 1 കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒന്ന് നല്ലോണം അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് പോവാതെ അരിച്ചു കൊടുക്കുക, ബൗളിലോട്ട് തന്നെ അരിച്ചു കൊടുക്കുക. അരിപ്പ് ഒട്ടും നമുക്ക് നനവുണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നല്ലോണം അരിച്ചെടുത്ത് കൊടുക്കുക. 3 പ്രാവശ്യം അരിച്ചു കൊടുക്കണം കേട്ടോ. 3 പ്രാവശ്യം അരിച്ചാലാണ് നമ്മുടെ ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലൊരു ടീസ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് അരിച്ചു കിട്ടും നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ടീസ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ നല്ലതായിരിക്കും. കണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് അരിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾ അരിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം മറന്നു. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഇത് ചേർത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബേക്കിംഗ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് നല്ലോണം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഞാൻ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടീസ്പൂണിൽ തന്നെയാണ് അളന്നെടുത്തത്. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളൊരു കുഞ്ഞ് ടീസ്പൂൺ എടുക്കുക. ആ ടീസ്പൂണിൽ അളന്ന് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ നമുക്ക് മെഷർമെൻറ്റിൽ കറക്റ്റ് അളവിൽ കിട്ടും. അപ്പം ഞാൻ ഇത് ലേറ്റായിട്ട് ചെയ്തതായാലും കുഴപ്പമൊന്നുമില്ല. അരിക്കുന്നതിനൊപ്പം നിങ്ങൾക്ക് ഇടാം, ഇല്ലെങ്കിൽ അരിച്ചു കഴിഞ്ഞിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ടതിന് ശേഷം ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ അരിക്കുന്നതിനൊപ്പം എല്ലാം ഇട്ടത്, അതുകൊണ്ടാണ് ഞാൻ നല്ല പോലെ മിക്സ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് വേണ്ടത്. മിക്സിങ് ഭയങ്കര വെള്ളമാണ് നമ്മുടെ ഈ ഒരു കേക്കിന്. ഇനി നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പഞ്ചസാര നിങ്ങൾ എടുക്കുക. 1 കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളത് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പഞ്ചസാര നിങ്ങൾ എടുക്കുക. ഗ്യാസ് സ്റ്റവിലോട്ട് ഒരു പാന് നിങ്ങൾ വെക്കുക കേട്ടോ. ഇത് കണ്ടോ, ചൂടായതിന് ശേഷം നമ്മുടെ 1 കപ്പ് പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പാനൊക്കെ നല്ല ചൂടായി വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതിട്ടതിന് ശേഷം മിക്സ് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും ഇളക്കി കൊടുക്കരുത്. കാരണം കാരമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കി അലിയുന്നതിനല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇടുന്ന ഇങ്ങനെ മെൽറ്റി ആയി പോകുന്നതിനാണ് കാരമൽ എന്ന് പറയുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇടുന്ന മെൽറ്റി ആയി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ, സൂപ്പറായിട്ട് വരുന്നുണ്ട്. നല്ലോണം അലിഞ്ഞു എന്ന രീതിയിൽ എത്തുമ്പോൾ നിങ്ങൾ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ടീസ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സ്പാച്ചുല ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ ടീസ്പൂണിൽ കാണിക്കാം കേട്ടോ. ടീസ്പൂണിലൊക്കെ അങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊന്ന് കാരമൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ നമ്മൾ നല്ലോണം മെൽറ്റായതിന് ശേഷം മിക്സ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, ഇതുപോലൊന്നും അതിന് സമയം നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും മിക്സ് ചെയ്താൽ ആ ഒരു പഞ്ചസാര ഫുള്ളും നിങ്ങളുടെ ടീസ്പൂണിൽ ഒട്ടിപ്പിടിക്കും. നല്ലോണം മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം മെൽറ്റായി വരുന്നുണ്ട്. ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് കേട്ടോ വരിക. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഏത് നേരം ഇളക്കരുത്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് കാരമലായി വരില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്ത് ഇപ്പം തന്നെ ചെറുതായി കാരമലായിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ കളർ കിട്ടണം. നമ്മൾ ഇതിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു കൊക്കോ പൗഡർ ആഡ് ചെയ്യാണ്ട് നിങ്ങൾ തമ്മനയിൽ കണ്ടിട്ടുണ്ടാവും നല്ല എങ്ങനെയാണല്ലേ നല്ല ബ്രൗൺ കളറായിട്ട് നമ്മുടെ ചോക്ലേറ്റ് പ്ലം കേക്ക് ഇരിക്കുന്നതെന്ന്. അപ്പോൾ അതിനൊരു സീക്രറ്റ് ഉണ്ട്. അതാണ് നമ്മൾ ഈ കാരമലും അതുപോലെ ചോക്ലേറ്റ് നമ്മൾ ഒഴിക്കുന്നതിലുള്ള ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ അതിൽ കൊക്കോ പൗഡർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കാണാൻ കാശ് കുറഞ്ഞ ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് അയച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്.
ഇപ്പോൾ ഫ്രണ്ട്സ് നല്ലോണം ഇത്തിരി കളർ ചേഞ്ച് ആയി വന്നിട്ടില്ലേ? ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, പക്ഷെ ഡാർക്ക് ബ്രൗൺ ആയിട്ടില്ല, ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒരു ഗോൾഡനോ യെല്ലോ അങ്ങനെ ഒരു കളറായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഈ ഒരു സമയം എത്തുമ്പോൾ നമുക്കൊരു ചെറിയൊരു തള വരുന്ന സമയത്ത് നമുക്ക് 1/2 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല നീങ്ങിയിട്ടിട്ട് നല്ലോണം നീങ്ങിയിട്ട് വേണം ഈ ഒരു വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ എന്നിട്ട് ഈ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം പതഞ്ഞ് വരും, തിളച്ച് വരും. അപ്പം നിങ്ങൾ നീങ്ങി നിന്നിട്ട് ഒഴിക്കാൻ ഒന്ന് ശ്രമിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് ഇത് ആവും. അപ്പം നമ്മളിത് ഇത്തിരി നീങ്ങി നിന്നിട്ട് ഒഴിക്കാൻ ശ്രമിക്കാം. അപ്പം ഞാനിത് ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അമ്മ അവിടെ അത് കാരമൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലി ചെമ്പിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അമ്മേരെ കാരമൽ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ അമ്മ ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ഇഡ്ഡലി ചെമ്പിൽ ഇട്ടിട്ട് നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇഡ്ഡലി ചെമ്പിൽ സ്പ്രെഡ് ചെയ്യണം. അപ്പം ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്, ഓവണിലല്ല, പാനിലല്ല, ഈ ഒരു ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലും ഉണ്ടാക്കാം, പക്ഷേ ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ നമുക്ക് എളുപ്പമാണല്ലോ, എല്ലാവരുടെ വീട്ടിലുള്ളതാണ് ഈ ഒരു ഇഡ്ഡലി ചെമ്പ്. അപ്പോൾ കാരമൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പാകാവുന്ന, ഇറങ്ങിപ്പോകുന്ന പാകമല്ല, എന്നാലും ഒരു ചെറിയ പാകാവുന്ന ഒരു പാത്രം എടുക്കാം. ആ പാത്രത്തിൽ ഡബിൾ ബോണ്ട് മെത്തേഡ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അതൊരു ഡ്രൈ ആയിട്ടുള്ള പാത്രമാണ് ഇറക്കി വെച്ചത്. അതിനുശേഷം ഡാർക്ക് കോമ്പൗണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ടീസ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് മെൽറ്റാവണം, ഒരു അംശം വെള്ളം പോലും ഇതിൻ്റെ ഉള്ളിലോട്ട് പോവരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ ഒരു കാര്യമില്ല, വേറെ ഒരു നിവൃത്തിയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അംശം പോലും വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അറിയാതെ അബദ്ധത്തിൽ എങ്ങാനും നിങ്ങളുടെ ഇതിലോട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ ഈ കേക്കിന് കുഴപ്പമില്ല കേട്ടോ. ഈ കേക്കിന് അങ്ങനെ പോയാൽ കുഴപ്പമില്ല. പക്ഷേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അങ്ങനത്തെ കേക്കിന് അത് ഭയങ്കര ഒരു കുഴപ്പം തന്നെയാണ്. ശരിക്കും അത് മെൽറ്റി ആയിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് നമുക്ക് അങ്ങനെ വേണ്ടി വരില്ല. കണ്ടോ, നല്ല മെൽറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ചോക്ലേറ്റി ആയിട്ട് മെൽറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം 3 മുട്ട ഞാൻ ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 മുട്ടയെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മൂന്ന് മുട്ടയെ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. തൊണ്ട് വീഴാതെ നോക്കണേ, പൊട്ടിച്ചു കൊടുക്കുമ്പോൾ തൊണ്ട് വീഴാതെ നോക്കുക. നമ്മളിത് മിക്സിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ബാറ്ററൊക്കെ നമ്മൾ മിക്സിയിലാണ് റെഡിയാക്കുന്നത്. അതിന് ശേഷം ഞാൻ പട്ടയൊക്കെ ഇട്ട് പൊടിച്ച് നമ്മുടെ ആ ഒരു ഷുഗർ, നമ്മുടെ ആ പഞ്ചസാര പൊടിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് മെഷർമെൻറ്റിലാണ് ശരിക്കും നമുക്കത് അളന്ന് കിട്ടിയത്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതാ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫൈനായിട്ട് പൊടിക്കണം കേട്ടോ, പൊടിച്ച് വരണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. വാനില എസൻസ് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഇതിലോട്ട് ഒഴിക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇത് നല്ലോണം പൊടിച്ചെടുക്കണം, ഇങ്ങനെ അടിച്ചെടുക്കണം. മിക്സിയിൽ ഇത് മൂടിയിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നല്ലോണം മുട്ടയൊക്കെ അടിച്ചെടുത്തു കേട്ടോ. 3 മിനിറ്റോളം നമ്മൾ അടിച്ചെടുക്കണം. കാരണം ബീറ്ററിലാണ് ശരിക്കും ഇത് ബീറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു എളുപ്പ വഴിക്കായിട്ടും അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ബീറ്ററിൻ്റെ സ്പീഡ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 3 മിനിറ്റോളം അത്
ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതാ നമ്മുടെ ഈ ഇത് നമ്മൾ ഒരു ബൗള്, ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓയിൽ, 3/4 കപ്പോളം ഓയിൽ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ ഒഴിക്കാതെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ശരിക്കും ഇത് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്കൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫോർക്ക് വെച്ചിട്ടാണ്, അതുകൊണ്ട് ബീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിയും കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് പലവരും നമുക്ക് ബീറ്റ് ചെയ്യാറുള്ളത്. ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലോണം കുത്തി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കാരണം നല്ലോണം മിക്സ് ആക്കണേ. അപ്പോൾ നമ്മുടെ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു മിക്സിലും അതുപോലെ ഓയിലൊക്കെ ഇതിൽ സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാം. മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചില്ല, ആദ്യം തന്നെ ആ സാധനം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ. സ്പാച്ചുല ഉണ്ടെങ്കിൽ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് കട്ട് ഓൺ ഫോൾഡിൽ നിങ്ങൾ ചെയ്തെടുക്കുക. സ്പാച്ചുല ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഫോർക്ക് ഉപയോഗിച്ച് അതുപോലെ ചെയ്യാം. ഇങ്ങനെ കുത്തി ഇളക്കരുത്. ഇതിൽ നമ്മൾ സൈഡിൽ നിന്ന് പറഞ്ഞെടുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നടുവിലോട്ട് പ്രസ്, അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. നമ്മളെല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, അങ്ങനെയാണ് പലവരും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കേക്ക് മിക്സിങ്ങിന് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സ്പാച്ചിലും എടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ വെറുതെ അതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയത്ത് നമുക്ക് പ്രീഹീറ്റായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലോട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ഒരു ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്ത് വെച്ചതില്ലേ, അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ചോക്ലേറ്റി ആയിട്ടാണല്ലേ വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് വീഴുന്നതൊക്കെ കാണാൻ. അപ്പോൾ നമ്മളത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊഴിക്കുമ്പോൾ നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ പകരമായിട്ടാണ് ഇത് ഒഴിക്കുന്നത്. നല്ലൊരു കളർ കിട്ടാനും നല്ലൊരു സാധനമാണ് ഇത് ഒഴിക്കണം നിങ്ങൾ. ഇതൊഴിച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഒരു കളറ് കിട്ടുക. നമ്മുടെ ഈ ഒരു കേക്കിന് കൊക്കോ പൗഡറിൻ്റെ പകരമായിട്ട് ഇടുന്നത് കൊണ്ട് നല്ല കളറ് വേണം, ഒരു ബ്രൗൺ കളർ വേണം. അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചേർക്കുന്നത്. അത് വായിലേക്ക് ഇങ്ങനെ അലിഞ്ഞു പോകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് വരുന്നത്. അലിഞ്ഞു പോകും, നമ്മുടെ വായിൽ ഇങ്ങനെ പഞ്ഞ് പോലെയാണ് ഇരിക്കുക. ഇപ്പം ഞാൻ ഇട്ടത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ കാണിച്ച് ആ സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ഇട്ടത് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ സ്കിപ്പായി പോയതാണ്. ഇല്ലെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കാരമൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, അത് കറക്റ്റ് 3/4 കപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3/4 കപ്പ് കറക്റ്റ് കാരമൽ ചെയ്തത് കിട്ടി. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലോണം സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ സൈഡിൽ നിന്ന് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ. അത് ഓവർ മിക്സിങ് ആവരുത്. ഓവർ മിക്സിങ് അല്ലാതെ അത് മിക്സായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ മിക്സ് ചെയ്ത് അപ്പം തന്നെ നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ച് അത് ബേക്ക് ആവാനായിട്ട് വെക്കാം. അപ്പം ഞാനിത് ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല സൂപ്പറായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബാറ്റർ സൂപ്പറായിട്ട് പൊങ്ങി വരും കേട്ടോ. നിങ്ങൾ എൻ്റെ പോലെ തന്നെയാണ് ഫോളോ ചെയ്ത് തയ്യാറാക്കുന്നതിന് അയച്ച് കഴിഞ്ഞാൽ സൂപ്പറും പെർഫെക്റ്റായിട്ട് തന്നെയാണ് കിട്ടുക. അതിലൊരിക്കലും സംശയമില്ല, നല്ല സൂപ്പറായിരിക്കും. എൻ്റെ പൊങ്ങി വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തംബ്നെയിലും, അതുപോലെ ലാസ്റ്റ് പോർഷൻ ആവുമ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല സൂപ്പറായിട്ടാണ് വന്നത്. എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. എൻ്റെ അനിയനൊക്കെ നല്ല ഇഷ്ടമായി.
എൻ്റെ ചേട്ടനും അനിയനും എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അമ്മയാണ് ഇത് ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ് അമ്മ ഉണ്ടാക്കും. അപ്പോൾ അമ്മേരൊപ്പം ഞാൻ വീഡിയോ എടുക്കും, എഡിറ്റ് ചെയ്യും, അങ്ങനെയാണ് ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ടാപ്പ് ചെയ്യുന്നതിന് പകരമായി ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് മിക്സ് ഒന്ന് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഒരു പപ്പടക്കോല് ഇട്ടിട്ടോ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇല്ലെങ്കിൽ ടാപ്പ് ചെയ്താലും മതി. ഇപ്പം എന്താ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചാൽ ഞാൻ ഇഡ്ഡലിയുടെ വെക്കുന്നതിൻ്റെ രീതിയിൽ നമുക്കൊരു ഇത് കിട്ടും. ആ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ അത് വെക്കാൻ പറ്റുന്നില്ല, വെച്ച് കൊടുക്കുക. ആ ഒരു പാത്രം വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാത്രത്തിന് മൂടി കമത്തി വെച്ചിട്ട് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തതിന് ശേഷം മൂടി വെക്കുക. മൂടി വെച്ചിട്ട് 1 മണിക്കൂർ ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ 1 മണിക്കൂർ ബേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 44 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് ഒന്ന് വെച്ച് കൊടുത്തേ, ചെറിയൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തതാണ്. അപ്പോൾ അതാ ഞാൻ സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അല്ലേ. നല്ല സൂപ്പറായിട്ടാണ് പൊങ്ങി വന്നിട്ടുള്ളത്. 44 മിനിറ്റ് ആയിട്ട് തുറന്ന് നോക്കിയപ്പോൾ അങ്ങനെ അടിക്ക് താഴ്ന്നൊന്നും പോയില്ല. സൂപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കണ്ടോ, ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ആ സമയത്ത് നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല സൂപ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ലോണം ചൂടാറണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല സൂപ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ചോക്ലേറ്റി ആയിരുന്നു. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഉള്ളുഭാഗമൊക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കാം നമുക്ക്. നല്ലോണം ഞാനിത് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സൂപ്പറാണ്. പഞ്ഞി പോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മുറിക്കുമ്പോൾ ഇങ്ങനെ വീഴാണ്. അതാ കണ്ടോ, സൂപ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് നല്ലോണം കഴിക്കുമ്പോൾ അങ്ങോട്ട് വായിൽ ഇങ്ങനെ അലിഞ്ഞു പോകും. നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ അമ്മോട് പറഞ്ഞു ഇത് ടേസ്റ്റ് ഉണ്ടാവും അമ്മ, ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് അമ്മ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഞാൻ വിശ്വസിച്ചില്ല, എന്നാലും കഴിച്ചു നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ചാനൽ വരും. ബൈ.